സത്യമാണ്. എൻ്റെ പൈസ, എൻ്റെ അച്ഛൻ്റെ പാർട്ടി പിരിച്ചിരുന്ന പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. കൊല്ലപ്പെട്ട ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ പി വത്സലന്റെ രക്തസാക്ഷി ഫണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി മകൻ നിരഞ്ജൻ. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്ന UDF ആരോപണങ്ങൾക്കും സഹായമഭ്യർത്ഥിച്ച് താൻ UDF നേതൃത്വത്തെ സമീപിച്ചു എന്ന പ്രചാരണങ്ങൾക്കും മറുപടിയായി LDF പുറത്തിറക്കിയ വീഡിയോയിലാണ് നിരഞ്ജൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വത്സലന്റെ സ്മരണാർത്ഥം സമാഹരിച്ച രക്തസാക്ഷി ഫണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി നിരഞ്ജൻ സ്ഥിരീകരിച്ചു. ഈ സംഭവത്തിൽ CPMന് യാതൊരുവിധ പങ്കുമില്ലെന്ന് അദ്ദേഹം വീഡിയോയിൽ തറപ്പിച്ചു പറയുന്നു. താൻ UDF നേതാക്കളെ കണ്ടതായും സങ്കടങ്ങൾ പങ്കുവച്ചതായും നിരഞ്ജൻ സമ്മതിക്കുന്നുണ്ട്. ഫാംഫെഡ് നടത്തിപ്പുകാരുമായി UDF നേതാക്കൾക്ക് അടുത്ത ബന്ധമാണുള്ളത്. ഫാംഫെഡിൽ നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിനു വേണ്ടിയാണ് താൻ UDF നേതാക്കളെ കണ്ടതെന്നാണ് നിരഞ്ജന്റെ വെളിപ്പെടുത്തൽ. രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെട്ടതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. ഫാംഫെഡിലെ നിക്ഷേപം തിരിച്ചുപിടിക്കാനാണ് UDF നേതാക്കളെ സമീപിച്ചത്. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചാവക്കാട് മേഖലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പുതിയ വഴിത്തിരിവായിരിക്കുകയാണ് നിരഞ്ജന്റെ ഈ തുറന്നു പറച്ചിൽ. പാർട്ടിയുമായിട്ട് യാതൊരു പങ്കുമില്ല. എൻ്റെ പൈസ നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു വലിയച്ഛൻ്റെ മകൻ, അദ്ദേഹം വർക്ക് ചെയ്ത ബാങ്ക് വഴിയാണ് ഈ പൈസ നഷ്ടപ്പെട്ടത്. ഇതിനെതിരെ ഡിസംബർ മാസം ഞാനിത് നിയമ നടപടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ FIR കാര്യവും ഇതിൽ കാണാവുന്നതാണ്. 2023 ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഡിസംബർ മാസം എന്തോ ആയിരുന്നു. ഈ ഒരു 45 ലക്ഷം രൂപ പാർട്ടി മുല്ലപ്പുറ ബ്രാഞ്ചിൽ കിടുന്ന പൈസ ഞാനന്ന് ബൈബ് റോഡുള്ള ഭാസ്കരൻ മാടമ്പി എന്ന് പറയുന്ന എൻ്റെ ഒരു അകത്തെ ബന്ധുവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് 5-6 വർഷത്തോളായി. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു, മൾട്ടി കോപ്പറേറ്റ് ബാങ്ക്. അത് BJP ബാക്കപ്പ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമായി പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി കോപ്പറേറ്റ് സൊസൈറ്റിയാണത്. അത് ഗുരുവായൂരാണ് അതിൻ്റെ ബ്രാഞ്ച് വരുന്നത്. അതിൻ്റെ പേര് ഫാംഫെഡ് എന്നാണ്. എനിക്ക് 23 വയസ്സായിരുന്നു. മോനെ കണ്ണാ, നിനക്ക് ഒരു വീടും പറമ്പും ഒക്കെ മേടിക്കണ്ടേ, നിനക്കൊരു കുടുംബജീവിതം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നെയും പാർട്ടിയെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ മുല്ലപ്പുറ കോപ്പറേറ്റ് സൊസൈറ്റിയിൽ കിടുന്ന പൈസ ഈ ഭാസ്കരൻ മാടമ്പി, ഈ ബ്രിജേഷ് മാടമ്പി കൂടിയിട്ടാണ് അന്നത്തെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പൈസ അവിടുന്ന് ട്രാൻസ്ഫർ എടുക്കുന്നത്. എൻ്റെ അക്കൗണ്ടിലോട്ട് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കാര്യം പറഞ്ഞ് പൈസ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറയുകയാണ്, മോനെ ഇപ്പോൾ വീടിൻ്റെ മാർക്കറ്റും സ്ഥലത്തിൻ്റെ മാർക്കറ്റൊക്കെ വളരെ മോശമാണ്, നമുക്കതിന് പകരം നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ബാങ്കിൽ ഇടാം. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ച പ്രകാരമാണ് ഈ അദ്ദേഹത്തിൻ്റെ മകൻ ജോലി ചെയ്യുന്ന ഈ മൾട്ടി കോപ്പറേറ്റ് സൊസൈറ്റിയിലേക്ക് ഈ ഫണ്ട് മാറ്റുന്നത്. ആ ഫണ്ട് മാറ്റിയതിൻ്റെ ഭാഗമായി ആ ആളുടെ മകന് ഏകദേശം 6 ലക്ഷത്തോളം രൂപ കമ്മീഷൻ ഇൻസെൻറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് തെളിവ് ഉണ്ട്. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം ആ മൾട്ടി കോപ്പറേറ്റ് സൊസൈറ്റി പരാജയപ്പെടുകയാണ് ചെയ്യുന്നുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വലിച്ചെന്ന് വിളിക്കുന്ന ഭാസ്കരൻ മാടമ്പി അദ്ദേഹത്തിനടുത്ത് പോയി കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം കൈയൊഴിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ ഈ ബാങ്ക് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നാടുവിടെ ദുബായിലോട്ട് പോവുകയും ചെയ്തു. ഇതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടി സഖാക്കളുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. കാരണം ഈ ഭാസ്കരൻ മാടമ്പി എനിക്ക് എൻ്റെ പാർട്ടിയുമായുള്ള നല്ല ബന്ധം വഷളാക്കാനുള്ള എല്ലാ സാധ്യതകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പാർട്ടിയോട് ഇത് ബന്ധപ്പെടാൻ സാധിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയോട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഒരു 7 മാസം മുമ്പ് എൻ്റെ പൈസ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പാർട്ടി പിരിച്ചു തന്ന 45 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായി ഞാൻ പല നേതാക്കന്മാരെയും സമീപിച്ചിട്ടുണ്ട്. അതിൽ കാരണം എന്തെന്ന് വെച്ചാൽ ഈ പണം നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശികമായിട്ട് ഉള്ള എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ഒരു കോൺഗ്രസ് സംവിധാനത്തിലുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്ന ഈ വിഷമം പറയുന്നതിന് പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഈ റഷീദും ഗോവനും ഒക്കെ ഇത് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ പൈസ തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. തികച്ചും രാഷ്ട്രീയത്തിൽ നിന്ന്
രാഷ്ട്രീയവും പൊളിറ്റിക്സും അറിയാത്ത എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിലൊരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്നറിയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് അദ്ദേഹം ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് റഷീദും ഗോവപ്രതാപൻ എന്നെയാണ് വന്ന് സമീപിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പണം നഷ്ടപ്പെട്ട ഫാം ഫെഡിലെ MD ചെയർമാനുമായിട്ട് ഗോവപ്രതാപനും ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് അദ്ദേഹം വഴിയാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ പണം നഷ്ടപ്പെട്ട ഒരാളെന്ന സ്ഥിതിക്ക് രാഷ്ട്രീയം നോക്കാതെ സഹായിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസാരത്തിൽ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പൊളിറ്റിക്കലി ഇത് യൂസ് ചെയ്യില്ല നിരഞ്ജൻ, എൻ്റെ വിഷമത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോട് ഇത് സമ്മതിക്കേണ്ടായത്. റൂറൽ ബാങ്കിന്റെ കോമ്പൗണ്ടിൽ ഞാൻ ഒരു നല്ല വൃത്തിയുള്ള ഡ്രസ്സല്ല കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. റൂറൽ ബാങ്കിന്റെ കോമ്പൗണ്ട്, റൂറൽ ബാങ്ക് അറിയോ? റൂറൽ ബാങ്ക് ഞാൻ കൂടുതൽ പഠിക്കാം. റൂറൽ ബാങ്ക് എനിക്കറിയാം. ചാവക്കാട് ഹൈസ്കൂളിൽ ചാവക്കാട് ആദ്യ ആശുപത്രി കഴിഞ്ഞ് ഗുരുവായൂരിൽ വരുമ്പോൾ ചാവക്കാട് ഹൈസ്കൂളിൽ അവിടെ ഉണ്ട്. ഞാനിപ്പോൾ ചാവക്കാട് ഹൈസ്കൂളും കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണാൻ റൂറൽ ബാങ്ക്. ഗ്രൗണ്ടിന്റെ അടുത്തല്ലേ? ആ ഗ്രൗണ്ടിന്റെ അടുത്ത് ഒരു മഞ്ഞ ലെറ്ററിൽ ഇങ്ങനെ അവിടെ കട മണിക്കൂറിനൊക്കെ പിന്നീട് ഈ വൈകിയ വേളയിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വിശ്വസിച്ച ഈ ഗോവപ്രതാപൻ രാഷ്ട്രീയമായി ഉള്ള മുതലെടുപ്പിന് അദ്ദേഹം ശ്രമിച്ചത് വളരെ മോശമായി പോയി. ഗോപേട്ട, വളരെ സങ്കടത്തോടെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന നിങ്ങൾ ആരോഗ്യമില്ലാത്ത എന്നോട് ഒരിക്കലും ഈ ചതി നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതിന് കാലം നിങ്ങളോട് മറുപടി. ഒരു ദിവസം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ഒരു ഉച്ച സമയമായിട്ടുണ്ടാവും. ബഹുമാനായ സ്ഥാനാർത്ഥി ടീച്ചർ റഷീദ് എന്നെ വിളിക്കണ്ടായി. ഞാൻ ഒന്ന് മലപ്പുറത്തേക്ക് എപ്പോഴാണ് വരാൻ പറ്റുക? മലപ്പുറത്തേക്കാ? ഞാൻ ബാംഗ്ലൂരാണ് റഷീദ. എപ്പോൾ തിരിച്ചു വരിക? ഞാൻ ബുധനാഴ്ച. അപ്പോൾ ഞാൻ ഫിനാൻഷ്യലായിട്ടും സലാമത്താനായിട്ടും തങ്ങളായിട്ടും സംസാരിച്ചു. അപ്പോൾ ഫിനാൻഷ്യൽ പറഞ്ഞു അത് നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതിലൊരു ഫൈനൽ മറുപടി കിട്ടാത്ത അവരെ അവർ പറയും ഇന്ന് കാണാൻ പറ്റുന്ന ഉറപ്പാണോ? ഇന്നോ നാളെയോ എൻ്റെ ഇതെന്താണെന്ന് പറഞ്ഞോളൂ. ഇവരിപ്പോൾ മലപ്പുറത്ത് തന്നെ ഉണ്ടാവും. അമ്മ ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ ഞാൻ ബാംഗ്ലൂർ പൊക്കോണ്ടിരിക്കുക, തൃശ്ശൂർ കൊണ്ടുപോകുക. അതിന് ഇന്ന് കാണുമെങ്കിൽ ഇന്ന് സമയം കിട്ടുമെങ്കിൽ ഇന്ന് എനിക്ക് കാണാമല്ലോ. അപ്പോൾ ഋഷിക്ക് പറയുന്നത് മലപ്പുറത്താണ് ഉള്ളത്. മലപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ എപ്പോഴാണ് ഞാൻ മലപ്പുറത്തേക്ക് തിരിക്കുക. മലപ്പുറത്തേക്ക് തിരിക്കുമോ? ഹലോ, ഞാൻ ചോദിക്കാം. സമയം വെച്ചിട്ട് പറയും. സമയത്ത് വെച്ചിട്ടുണ്ട്. ശരി ശരി ശരി. എൻ്റെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് സഹായിക്കാമെന്നും തോമസ് മാത്യുവുമായിട്ട് ചർച്ച നടത്താമെന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉന്നത നേതാക്കന്മാർ സമ്മതിച്ചുവെന്നും പറഞ്ഞുവല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നിരഞ്ജൻ ഒന്ന് വരണം, മലപ്പുറത്തേക്ക് വരണമെന്നും പറഞ്ഞു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മലപ്പുറത്ത് പോവുകയുണ്ടായി. പക്ഷെ അവിടെ പോയപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുമ്പിൽ നിന്ന് റഷീദ് പറഞ്ഞതാണ്, നിരഞ്ജൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നെ ഉപയോഗിച്ചിട്ടാണ് റഷീദിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ ഉറപ്പിച്ചത്.